ടെലിഗ്രാമിൽ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിൽപ്പന നടത്തിയ നിതിൻ മോഹൻദാസ് അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാനുള്ള ബോധമില്ലാത്ത ഒരുത്തനാണ് ഇവൻ. ബന്ധുക്കളുടെ ചിത്രങ്ങളാണ് നിതിൻ മോഹൻ കൂടുതലായി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. 40 കഴിഞ്ഞ സ്ത്രീകൾ തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട്. ബന്ധുക്കളായിട്ടുള്ള കുട്ടികളെയാണ് ഇവൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോരാത്തിന് കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. ഇന്നലെ തൊട്ട് ന്യൂസ് ചാനലിലെല്ലാം വരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോസ് മോർഫ് ചെയ്ത് ടെലിഗ്രാം വഴി പെയ്ഡായിട്ട് സെല്ല് ചെയ്യുന്നു. എന്തിന്? കൊച്ചു കുട്ടികളുടെ വരെ ഫോട്ടോസ് ഉണ്ട്. അത് ഏത് തരം ഫോട്ടോസ് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണുമായിരിക്കും. നിതിൻ മോഹൻ എന്ന് പറയുന്ന ഒരു പരമനാറിയാണ് ഇതിൻ്റെ പിന്നിൽ. നിരവധി പെൺകുട്ടികൾ ഇവൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. ഇവൻ്റെ ഫോൺ കുറച്ച് നേരത്തേക്ക് മാത്രം പോലീസുകാർ പിടിച്ചു വെച്ചിട്ട് ഇവൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെയും ഇവൻ ഇതുപോലെയുള്ള തെറ്റുകളായിരുന്നു ഇവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത ഒരു പെൺകുട്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, കൊച്ചു കുട്ടികളുടെ വരെ ഫോട്ടോസ് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പല പെൺകുട്ടികളുടെയും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കയറുക, എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് മോർഫ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഓരോരോ പരിപാടികൾ. എന്തുകൂടെ നമ്മുടെ നാടൊക്കെ ശരിക്കും പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്? ഇവന് 21-22 വയസ്സ് പ്രായം കണ്ടേ ഉള്ളൂ. എന്ത് ബോധമുണ്ട് ഇവനൊക്കെ? ഇവൻ്റെ വീട്ടിലൊന്നും ആരും ഇല്ലടെ ചോദിക്കാനും പറയാനും. ഒരു കേസ് വന്ന് ഓക്കെ, 2 കേസ് വന്ന്, ഇത് കണ്ടിന്യൂസ്ലി കേസ് വന്നിട്ട് ഇവന്മാരെ നിർത്തുന്നില്ല. ഇവന്മാർക്കൊക്കെ എന്തോ ഒരു മാനസികമായിട്ടുള്ള എന്തോ വലിയ അസുഖമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ ഈ പ്രവൃത്തികളൊക്കെ? കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് ഇതിനെ പറ്റിയിട്ട് കുറേ സംസാരിച്ചിട്ടുള്ളതായിരുന്നു. കാര്യം അവനും അവൻ്റെ ഫാമിലിക്ക് നേരിട്ട കാര്യങ്ങളെല്ലാം അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഒരു മനുഷ്യരും ഈ ഒരു വിഷയം വളരെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അല്ലെങ്കിൽ പോട്ടെ, ഈ പോലീസുകാരായിക്കോട്ടെ, ഈ പോലീസുകാർ ഒരു രീതിയിലും ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ സൈബർ സെല്ലിൻ്റെ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പ്രദർശിപ്പിക്കുകയോ അസഭ്യ വർത്തമാനം പറയുകയോ എങ്കിൽ മാത്രമേ സൈബർ സെല്ലിൽ നമ്മുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ക്ലിയറായിട്ട് കേസ് എടുക്കാൻ പറ്റുന്ന വകുപ്പ് തന്നെയാണ്. ഇവനൊക്കെ എവിടെ പോയി കഴിഞ്ഞാലും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്ത് ഇവനെയൊക്കെ റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട്. എന്ത് ചെയ്യാനാ, പറയേണ്ട ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് വാർത്തയിലേക്ക് പോവാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടെലിഗ്രാമിൽ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിൽപ്പന നടത്തിയ നിതിൻ മോഹൻദാസിന്റെ കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രങ്ങൾ വിൽപ്പന നടത്താനും പ്രചരിപ്പിക്കാനുമായി പ്രതി 3 ടെലിഗ്രാം ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. 11 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്. ഒരാൾക്ക് 9 നമ്പർ എങ്ങാണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ പ്രായത്തിൽ ഇവൻ 11 സിമ്മുകളാണ് ഇവ എടുത്തത്. അതും പോരാത്തതിന് ഈ ഫോട്ടോസൊക്കെ ആരുടെ വാങ്ങിക്കുന്നത്? ഇത്രയും ലൈംഗിക ദാരിദ്ര്യമായിട്ട് കിടക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് ആലോചിക്കാൻ പാടില്ല. അതായത് വെറും മാനസിക രോഗികൾ മാത്രമേ ഇങ്ങനെയുള്ള ഫോട്ടോസ് എല്ലാം പൈസ കൊടുത്ത് മേടിക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ AI എന്ന് പറയുന്ന ഒരു സാധനം ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന് എന്തെങ്കിലും ഒരു നിയമം പ്രത്യേകിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ഇനിയും കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കേസുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്നും വെളിയിൽ വരുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ ഈ പറയുന്ന സുപ്രീം കോടതിയൊക്കെ ഇതിനൊക്കെ ഒരു പ്രത്യേക നിയമം കൊണ്ടുവരിക. കാര്യം ഈ AI വെച്ചിട്ട് നമ്മുടെയൊക്കെ ഫോട്ടോസ് ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് ഇറക്കുമെന്ന് പറയുമ്പം നമുക്കൊക്കെ എന്ത് സുരക്ഷതയാണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, നിങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ നമ്പറുകളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. പെൺകുട്ടികൾക്ക് പ്രതി സന്ദേശം അയച്ചതിന്റെ തെളിവുകളും റിപ്പോർട്ടിന് ലഭിച്ചു. ബന്ധുക്കളുടെ ചിത്രങ്ങളാണ് നിതിൻ മോഹൻ കൂടുതലായി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ നിതിൻ മോഹൻദാസ് എന്ന കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട് 25 വയസ്സേ ഉള്ളൂ. ഈ കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. 11 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ പരിപാടികൾ നടത്തിയതെന്നും ബന്ധുക്കളായ പെൺകുട്ടികളെ തന്നെയാണ് ഇരകളാക്കിയത് എന്നുമുള്ള വിവരമാണ്. അതിൽ അല്പം പ്രായമുള്ള 40 കഴിഞ്ഞ സ്ത്രീകൾ തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണല്ലോ ഇന്നലെ ഒരു പെൺകുട്ടി നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസിന് മുന്നിലെത്തിയിരിക്കുന്ന തെളിവുകൾ ഷഹദ്? ബന്ധുക്കളായിട്ടുള്ള കുട്ടികളെയാണ് ഇവൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോരാത്തിന് കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. എന്നാലും ഇവൻ്റെ കൂടെ കുറച്ച് പടയാളികളായിട്ട് യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ഒരു 20-21 വയസ്സുള്ള കുറേ പിള്ളേരും ഉണ്ട്. ഇവന്മാരാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിക്കുന്നത്. എന്നാലും ഇവൻ്റെ ഒന്നും വീട്ടിലൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതിൻ്റെ പേരിലാണ്. ഇന്നത്തെ കാലത്ത് അറിയാമല്ലേ, ഓരോന്നൊക്കെ അടിച്ച് കയറ്റി ബോധമില്ലാതെയാണ് പല അമ്മമാരും നടക്കുന്നത്. അമ്മമാർക്ക് അമ്മ ആരാണ്, പെങ്ങളായതാണെന്ന് പോലും ഇമാർക്ക് ആർക്കും ബോധമില്ല.
പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. കാരണം ഈ പെൺകുട്ടികൾ പല പോലീസ് സ്റ്റേഷനുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവരുന്ന ഈ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള മാഹിയിൽ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടി ഈ നിതിന്റെ ഫോണിൽ നിന്ന് തന്നെ ശേഖരിച്ച വിശദാംശങ്ങളാണ്. കാരണം ഈ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ നിതിന്റെ വീട്ടിൽ പോവുകയും നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും അതിൽ നിന്നെടുത്ത വിശദാംശങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ തന്നെ നിതിന്റെ സഹോദരിമാരും ഒപ്പം തന്നെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അതായത് നിതിനെ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇതിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് കൊച്ചുനാൾ തൊട്ടേ യവനെ അറിയാമെന്ന ആൾക്കാരുടെ ഫോട്ടോസാണ് യവൻ ടെലിഗ്രാം വഴി സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാനുള്ള ബോധമില്ലാത്ത ഒരുത്തനാണ് ഇവൻ. ഇത്രയും കേസുകൾ ഇവൻ്റെ പേരിലുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസുകാർ ഇവനെ അറസ്റ്റ് ചെയ്യാഞ്ഞത്? ഇപ്പോഴാണ് ഈ ഒരു വിഷയം സീരിയസ് ആയതിനു ശേഷമാണ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വട്ടം വിളിച്ചത് വരുത്തി വാണിംഗ് ഒക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ വാണിംഗ് കൊടുത്ത് വിടേണ്ട ഒരു കേസാണോ? അല്ലെങ്കിൽ ഈ തൊണ്ടി മുതൽ പോലീസുകാർ പിടിച്ചു വെച്ചിട്ട് എന്തിനത് തിരിച്ചു കൊടുക്കണം? ഇത്തരം ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ, അതായത് നിതിനാണ് ഈ സംഭവങ്ങൾ ചെയ്തത് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഈ വീട്ടിൽ പോയി ആദ്യം സ്വാഭാവികമായിട്ട് അവർ ബന്ധുക്കളാണ്, ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുകയും പിന്നീട് നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഈ ഡിവൈസിൽ എന്തൊക്കെയാണ് നിതിൻ ഒളിപ്പിച്ചു വെച്ചത് അല്ലെങ്കിൽ ഡിവൈസിലെ വിശദാംശങ്ങൾ ഈ കുടുംബം ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ നിതിന്റെ ഫോണിൽ നിന്നും ഈ ടെലഗ്രാമിന്റെ സ്ക്രീൻഷോട്ടുകൾ ഈ കുടുംബം തന്നെ എടുക്കുകയാണ് ചെയ്തത്. ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് 3 ടെലഗ്രാം ഗ്രൂപ്പുകളാണ് നിതിൻ രൂപീകരിച്ചിട്ടുള്ളത്. ആ 3ന്റെയും അഡ്മിൻ നിതിൻ തന്നെയാണ്. അതായത് ആ അഡ്മിനിൽ പല അഡ്മിനുകളായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും തൂക്കണം. അതായത് യവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരുപാടെണ്ണം ഉണ്ട്. യവൻ മാത്രമായിരിക്കത്തില്ല ഇതിൻ്റെ മെയിൻ കണ്ണി, ഇതിനകത്ത് ഇനിയും കാണും. അപ്പോൾ ഇതൊന്ന് തപ്പി അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാര്യം ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ, അതായത് ഒരു സ്ത്രീകളും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലരുത്. ഇപ്പോഴും ഈ ഹെലൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ഹെലൻ കുറേ നാളുകളായിട്ട് ഹെലൻ്റെ ഒരു ഫോട്ടോ ഇതുപോലെ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഇപ്പോഴെങ്ങാണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ എന്തെങ്കിലും ആയത്, എനിക്കറിയാൻ വയ്യ. എന്തായാലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇത് ഒരു സ്ത്രീകൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂ ആയതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. ഈ വീഡിയോ കാണുന്ന സകലമാന പേരും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ വീട്ടിലും സ്ത്രീകളും കുട്ടികളും എല്ലാം ഉള്ളതാണ്. സോ ഒരു കുടുംബത്തിലും ഇങ്ങനെയുള്ളൊരു സംഭവം നടക്കാതിരിക്കട്ടെ. നമ്പറുകളും നിതിന്റെ ഫോണിൽ തന്നെയാണ്. ഏകദേശം 11 സിമ്മുകൾ ഉപയോഗിച്ചാണ് നിതിന്റെ മെയിൽ വഴി ഇത്തരത്തിൽ ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ ലിങ്ക് ചെയ്യുകയും അത് രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത്, നിലവിൽ ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് അതൊരു പക്ഷേ നിതിൻ്റെതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം പോലീസ് റെയ്ഡിൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഫോൺ അത് നിതിൻ്റെതാകാൻ സാധ്യതയില്ല. നിതിൻ ഒരു S25 എന്ന് പറയുന്ന പുതിയ ഫോണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ ഫോണിന്റെ കാര്യത്തിൽ ചില പെൺകുട്ടികൾക്ക് ഇത് പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. അവർ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവരുടെയൊക്കെ ജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? എല്ലാവരും ഒരേപോലെ ഇതെടുക്കണമെന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ധൈര്യത്തോടെ കൂടിയിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ് നമുക്കൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരൊക്കെ കാണുമ്പോൾ തകർന്നു പോകും. അവർക്കറിയും അവരിത് ആരെങ്കിലും ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ആരും വിശ്വസിക്കത്തില്ല. ചിലവർ പറയാം നീ മനഃപൂർവ്വം അങ്ങനെ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? ചെറിയ സംശയമുണ്ട്. അതൊരു പക്ഷേ ഞാൻ പറയുന്നതിലുള്ള തെറ്റായിരിക്കാം. പക്ഷേ പെൺകുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ട് ധാരണയുണ്ട്. അവരുടെ കയ്യിൽ ആ ഫോണിന്റെ സ്ക്രീൻഷോട്ടുമുണ്ട്. അപ്പോൾ ആ ഫോൺ വഴിയാണ് നിതിൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. ആ ഫോൺ തന്നെയാണോ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഈ പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. ആ ഫോണിൽ, അതായത് ഈ പെൺകുട്ടികൾ കണ്ടുപിടിച്ച, ഈ പെൺകുട്ടികളുടെ സഹോദരന്മാർ ഇവരൊക്കെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച ഫോണാണ് പോലീസ് കണ്ടുപിടിച്ചതെങ്കിൽ അതിൽ മുഴുവൻ വിശദാംശങ്ങളുമുണ്ട്. അതിന്റെ ഡിവേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ വിശദാംശങ്ങളുണ്ട്. അതിൽ നമുക്ക് സ്ക്രീൻഷോട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് 11 സിമ്മുകളുടെ നമ്പർ അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ നമ്പറുകൾ ഉപയോഗിച്ചാണ് നിതിൻ ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു നമ്പർ മാത്രമാണ് എല്ലാവർക്കും നിതിൻ്റെത് അറിയും. ദൈവത്തെ ഓർത്ത് ഇവന്റെ ഈ ഒരു കേസിൽ ഇവന്റെ പ്രായം പരിഗണിച്ച് ജാമ്യം കൊടുക്കുന്നു. അങ്ങനെ ഒരു സംഭവം ദൈവത്തെ ഓർത്ത് വരരുത്. ഇവനൊക്കെ പക്കാ ക്രിമിനൽസ് ആണ്. ഇവനൊന്നും ഒരിക്കലും നേരെ ആവത്തില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരുടെ മൊബൈൽ നമ്പറുകൾ എടുക്കുക, അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക, എന്നിട്ട് അവരെ ഇതുപോലെ ഇങ്ങനെ ത്രട്ടൺ ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവന്മാർക്കുണ്ട്.
കുറേ കേസസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇതണക്ക് ഈ അടുത്തും കുറച്ച് നാളുകൾക്ക് മുന്നേ എനിക്ക് ഒരു പുള്ളി ഇതണക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ട സമയത്ത് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നീയൊക്കെ എന്തുവാടായി കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം ആ ചോദിക്കാൻ ചെന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയും എന്നിട്ട് ആ ചോദിച്ച വ്യക്തിയുടെ തന്നെ ഫോട്ടോസ് മോർഫ് ചെയ്തിടുകയും ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് യവന്മാരെല്ലാം ഒരു ടീമുകളാണ്. അതുകൊണ്ട് ഇവരെ സകലമാന പേര്, ഈ ഗ്രൂപ്പിലുള്ളതും ഇവരുമായിട്ട് ബന്ധപ്പെട്ട സകലമാന പേരെ അറസ്റ്റ് ചെയ്യുക, എങ്കിലേ ഇതിനൊരു തീരുമാനമാകത്തുള്ളൂ. ബാക്കി നമ്പറുകളൊന്നും നിതിൻ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല എന്ന കാര്യമാണ് ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നത്. മാത്രവുമല്ല, നിതിൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പെൺകുട്ടികളോട് മാപ്പ് പറയുന്നതും അവരുടെ ചാറ്റുകളിൽ കാണാം. ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല, എനിക്ക് മാപ്പ് തരണം, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പെൺകുട്ടികളോട് പലതവണ, സ്റ്റേഷനിലല്ല പല പോലീസ് സ്റ്റേഷനുകളിലായി ഈ നിതിനെതിരെ പരാതികൾ വന്നിട്ടും ഇതുവരെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതിന് എന്ത് വിശദീകരണമാണ്? ഇന്നലെ ഇപ്പോൾ നമ്മുടെ വാർത്ത വന്നതിനു ശേഷം എന്തെങ്കിലും ഒരു അനക്കം വച്ചിട്ടുണ്ടോ ഷഹർ? തീർച്ചയായിട്ടും വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒന്ന് പ്രധാനമായിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ മടിച്ച കുറെ പെൺകുട്ടികളുണ്ട്. അത്തരത്തിലുള്ള കുറെ അധികം പെൺകുട്ടികൾ നമ്മളെ വിളിക്കുകയും ഇന്നലെ നമ്മുടെ ഓഫീസിൽ വരികയും ചെയ്തിട്ടുണ്ട്. ചില കുടുംബാംഗങ്ങളൊക്കെ തന്നെ അവർ വന്ന് കൂടുതൽ പരാതികൾ നൽകാനും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ, പെൺകുട്ടികളെല്ലാവരും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഈ പറയുന്ന റിപ്പോർട്ടറിൻ്റെ ഓഫീസിൽ ചെല്ലുകയും ഇതിനെപ്പറ്റി വിവരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അത് മാത്രമല്ല, പോലീസുകാർ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയാൻ സാധിച്ചത് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. മേ ബി അത് ലേറ്റസ്റ്റ് വാർത്തയായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരിക്കലും ലാഗ് അടുപ്പിക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പോലീസ് ഓഫീസേഴ്സ്. കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. കാര്യം പെൺകുട്ടികളെ കൊണ്ടുചെന്ന് കേസ് എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആക്ഷൻ എടുക്കുന്നതാണ് പോലീസുകാർ, അല്ലേ? അപ്പം ഇത്തരത്തിലൊക്കെയുള്ളൊരു വിഷയങ്ങൾ വരുമ്പോൾ യവനെയൊക്കെ പിടിച്ച് അകത്തിടുക. ഇവനോടൊന്നും ഒരു രീതിയിലുള്ളൊരു ദാക്ഷിണ്യം കാണിക്കേണ്ട ആവശ്യമില്ല. തന്തയ്ക്ക് മുന്നേ ഉണ്ടായവന്മാരൊക്കെ. ഇനി ഈ ഒരു വിഷയത്തിൽ ഇന്നലെ പുറത്തു വന്ന വാർത്ത ഞാനിവിടെ കേൾപ്പിക്കാം. അതിനകത്തൊരു പെൺകുട്ടി പ്രതികരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയാണ് ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയത്. ഞാൻ സാന്ദ്ര, പരാതിക്കാരി, ഇപ്പോൾ വിദേശത്താണുള്ളത്. അവിടെ നിന്നും തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. സാന്ദ്ര, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും സാന്ദ്രയ്ക്ക് പറയാനുള്ള നല്ല കാര്യമല്ല എന്നറിയാം, ആശങ്കപ്പെടുത്ത കാര്യമാണ്. ഏതായാലും ധൈര്യത്തോടു കൂടി മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഈ പരാതി ഉയർത്താൻ തയ്യാറാക്കിയ സാന്ദ്രയ്ക്ക് ആദ്യം ഒരു അഭിനന്ദനം നൽകുകയാണ്. എന്താണ് ഈ പരാതിക്കിടയാക്കിയ കാര്യം സാന്ദ്ര? എപ്പോഴാണ് ഇത് സാന്ദ്രയുടെ ശ്രദ്ധയിൽപ്പെട്ടത്, സാന്ദ്രയുടെ പടം ഇത്തരത്തിൽ മോർഫ് ചെയ്യപ്പെട്ടു എന്ന്? ഏപ്രിൽ 10th ഞാൻ ഈ വിവരം അറിയുന്നത്. ഏപ്രിൽ 10th എൻ്റെ ബ്രദർ എന്നെ വിളിച്ചിട്ടാണ് പറയുന്നത്. അവന് വേറൊരാൾ വഴിയാണ് അവൻ അറിയുന്നത്. എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു ഫോട്ടോ ആണ്. വളരെ വലിയ വിധത്തിൽ അത് പല വിധത്തിൽ പ്രചരിപ്പിച്ചേക്കാണ്. 2 ഗ്രൂപ്പാണ് ഇവന്റെ ഫോണിലുള്ളത്. അതില് ആ ഗ്രൂപ്പിന്റെ പേര് പറയാൻ പോലും എനിക്ക് മടിയുണ്ട്. ആ ഗ്രൂപ്പിന്റെ പേര് അടിയോടടി, കസിൻ അടി, അങ്ങനെയുള്ള എന്താ പറയാ, എത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമുള്ള ആൾക്കാരാണോ നമ്മുടെ ചുറ്റുമുള്ളത് എന്നുള്ളൊരു ഡൗട്ടാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അതിലൊരു ഗ്രൂപ്പിന്റെ DP പോലും എന്റെ ഫോട്ടോ ആണ് വെച്ചേക്കുന്നത്. ആ ഒരു ഗ്രൂപ്പിന്റെ DP ഒരു അത്രയ്ക്കും വൃത്തികെട്ടായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. നിങ്ങൾ ആലോചിച്ച്, ഒരു പെൺകുട്ടിയാണ് ഈ ഒരു വിഷയത്തിന് വന്ന് പ്രതികരിച്ച് സംസാരിക്കുന്നത്. അതായത് അവരുടെ സ്വന്തം ഫോട്ടോ വരെ DP ആക്കി അത് മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നു. എന്തുവാടെ ഇത്? ഒന്ന് ആലോചിക്കേ. എന്നിട്ട് ഇത്രയും നേരമായിട്ടും ഇതിനൊരു ആക്ഷൻ എടുത്തിട്ടില്ല. എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എത്ര സ്ത്രീകളെ ഈ ഒരു വിഷയത്തിൽ അഫക്റ്റഡ് ആയി കാണും? ഇപ്പോൾ ആകെ കുറച്ച് സ്ത്രീകളെ വന്നിട്ടുള്ളൂ. ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതെ തന്നെ എത്രയോ സ്ത്രീകൾ കാണും. ആളാണോ ഈ സാന്ദ്ര വള്ളിക്കുന്നുകാരിയാണോ? നാട്ടിൽ അറിയുന്ന ആളാണോ? അല്ലേ? നാട്ടിൽ അറിയുന്ന ആളാണ്. ഞാൻ രാമനാട്ടുകര സ്വദേശിനിയാണ്. എനിക്ക് ഈ കുട്ടിയെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഡിസ്റ്റന്റ് റിലേഷൻ പറയാൻ പോലും എനിക്ക് അറിയില്ല. കാരണം 6 വർഷമായിട്ട് ഞാൻ ഇവിടെയാണ്. എനിക്ക് നാടുമായിട്ട് അങ്ങനെ ഒരുപാട് റിലേറ്റീവ്സ് ആയിട്ടൊന്നും ബന്ധമില്ല. അപ്പം ഈ പയ്യനായത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ആരാന്ന് പോലും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് ആരാന്ന് മനസ്സിലാക്കിയത്. ഞാൻ ഇവനെ ഫോൺ ചെയ്തു. പറഞ്ഞു കേട്ടില്ലേ, ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരുന്നു എന്ന്. പണ്ട് തൊട്ടേ ഇവനെ അറിയാമെന്ന്. എന്നിട്ടാണ് ഇവൻ ഈ തന്തയില്ലായ്മയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും നമുക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും ഇനി ഇതുപോലെയൊക്കെ ഉള്ള ഒരു അനുഭവങ്ങളും ഒരു പെൺകുട്ടികളും ഫേസ് ചെയ്യരുത്. ഇത്രയും പെട്ടെന്ന് സീരിയസ് ആയിട്ട് ഇവൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുക. എടുത്തില്ല എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സ്ത്രീകളും സുരക്ഷിതയല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓരോ പെൺകുട്ടികളും സൂക്ഷിച്ചോ. അതായത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഈ സ്വന്തം പ്രൊഫൈലൊക്കെ പബ്ലിക് ആക്കി ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്ത് ഇവന്മാർ ഇതിങ്ങനെയുള്ള പരിപാടികളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക.
ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇതിൽ കൂടുതൽ ഞാനൊന്നും ഈ ഒരു വിഷയത്തിൽ പറയുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.